ബി പോസിറ്റീവ് പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. Be positive. Be positive. നമ്മുടെ സമൂഹം നേരിടുന്ന വിവിധ പ്രശ്നങ്ങൾ, അതിൻ്റെ പരിഹാര മാർഗങ്ങൾ, ഇതൊക്കെയാണല്ലോ നമ്മൾ ഈ കഴിഞ്ഞ കുറേ ആഴ്ചകളായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നേരിടുന്ന ഒരു വലിയ പ്രശ്നവും തന്നെ നമുക്കതിനെക്കുറിച്ച് പറയാം. അത് അന്ധവിശ്വാസം എന്നുള്ളതാണ്. ഈ അന്ധവിശ്വാസം എന്ന് കേൾക്കുമ്പോൾ അതിൻ്റെ അർത്ഥം തന്നെ ശരിയല്ലാത്തതായിട്ടുള്ള വിശ്വാസം എന്നാണ്. ഈ അന്ധവിശ്വാസങ്ങൾ ഏതൊക്കെ രീതിയിൽ നമ്മളെ ബാധിക്കുന്നു, ഇത് എന്തുകൊണ്ടുണ്ടാകുന്നു, എങ്ങനെ ഇത് പരിഹരിപ്പാൻ സാധിക്കും, ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഇന്നത്തെ ചർച്ചയിൽ കൊണ്ടുവരണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ ചർച്ചയിൽ നമ്മെ സഹായിപ്പാൻ തക്കവണ്ണം ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന വിശിഷ്ട അതിഥികളെ നമുക്കൊന്ന് പരിചയപ്പെടേണ്ടതായിട്ടുണ്ട്. എറണാകുളം സെന്റ് തെരേസാസ് കോളേജിന്റെ പ്രിൻസിപ്പൽ ആയിരിക്കുന്ന സിസ്റ്റർ വിനീത നമ്മോടൊപ്പം ഉണ്ട്. സിസ്റ്ററിനെ വളരെ സന്തോഷത്തോടു കൂടെ സ്വാഗതം ചെയ്യുന്നു. കുസുമഗിരി ഹോസ്പിറ്റലിലെ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആയിരിക്കുന്ന സിസ്റ്റർ ലിജി നമ്മോടൊപ്പം ഉണ്ട്. സിസ്റ്റർ ലിജിയെ പ്രത്യേകിച്ച് സ്വാഗതം ചെയ്യുന്നു. ഈ ചർച്ചയിൽ പങ്കെടുക്കുവാൻ വന്നിരിക്കുന്ന എല്ലാ വിദ്യാർത്ഥിനികളെയും വളരെ സന്തോഷത്തോടുകൂടെ സ്വാഗതം ചെയ്യുന്നു. അന്ധവിശ്വാസം, ഇത് നിങ്ങൾ കേട്ടിട്ടുള്ളൊരു വാക്കാണല്ലോ അല്ലേ, അന്ധവിശ്വാസം. ഇന്ന് സമൂഹത്തിൽ അന്ധവിശ്വാസം വർദ്ധിച്ചു വരുന്നു എന്നുള്ള വസ്തുത നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാ. വിദ്യാഭ്യാസപരമായി വളരെ മുന്നിട്ട് നിൽക്കുന്ന ഒരു സംസ്ഥാനമാണല്ലോ കേരള സംസ്ഥാനം. വിദ്യാഭ്യാസത്തിൽ നമ്മൾ വളരെ ഉന്നതി നേടിയിട്ടുണ്ടെങ്കിലും പല രീതിയിലുള്ള അന്ധവിശ്വാസങ്ങളും അതുപോലെ നമ്മുടെ ഇടയിൽ വർദ്ധിച്ചു വരുന്നുണ്ട്. അപ്പോൾ വിദ്യാഭ്യാസവും അന്ധവിശ്വാസവും നമ്മളിൽ എങ്ങനെയാ പൊരുത്തപ്പെട്ടു പോകുന്നത്? വിദ്യാഭ്യാസവും അന്ധവിശ്വാസവും നമ്മൾ ഒരുമിച്ച് പോകാൻ സാധിക്കുമോ? ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇന്നത്തെ ചർച്ചയിൽ കൊണ്ടുവരണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഒട്ടുമിക്ക ആളുകളും അന്ധവിശ്വാസത്തിന്റെ അടിമകളായിട്ട് തീർന്നിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രതിഭാസം കേരളത്തിൽ ഉണ്ടാകുന്നത്? എല്ലാ റിലീജിയസ് ഗ്രൂപ്പുകളെ നമ്മൾ നോക്കിയാലും എല്ലാ ഗ്രൂപ്പുകളിലും ഒരു പരിധി വരെയുള്ള അന്ധവിശ്വാസങ്ങൾ ഉണ്ട് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. സമൂഹം തന്നെ ചില അന്ധവിശ്വാസങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇതൊക്കെ എന്തുകൊണ്ട്? ഈ അന്ധവിശ്വാസം നമ്മുടെ ഇടയിൽ ഇതുപോലെ വളരാനുള്ള കാരണം എന്താണെന്ന് നിങ്ങൾക്ക് തോന്നുന്നത്? എന്തുകൊണ്ടായിരിക്കാം ഈ അന്ധവിശ്വാസം നമ്മുടെ ഇടയിൽ ഇങ്ങനെ വളർന്നു വരുന്നത്? സിസ്റ്ററെ, ആ കാര്യത്തിൽ സിസ്റ്ററിനൊന്ന് ഹെൽപ്പ് ചെയ്യാൻ സാധിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. നമ്മുടെ ഈ ദേശത്ത്, പ്രത്യേകിച്ച് കേരളത്തില്, അതിൻ്റെ എന്തെങ്കിലും പ്രത്യേക ബാക്ക്ഗ്രൗണ്ട് ആണോ, ഏതെങ്കിലും പ്രത്യേക രീതിയിലുള്ള പശ്ചാത്തലമാണോ ഇതുപോലെയുള്ള അന്ധവിശ്വാസം വളരുവാനുള്ള കാരണം? അന്ധവിശ്വാസങ്ങൾ പലപ്പോഴും പല കാലഘട്ടങ്ങളിലും നിലനിന്നിട്ടുള്ളതായി നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഇന്നും അന്ധവിശ്വാസങ്ങൾ വളർന്നു വരുന്നുണ്ട്. ഒരു പരിധിവരെ നമ്മൾക്ക് വിദ്യാഭ്യാസം ലഭിച്ചു എന്ന് പറയുകയാണെങ്കിലും അന്ധവിശ്വാസത്തിൽ കുറേയേറെയൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും ഇന്നും പത്രങ്ങളെടുത്ത് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും അന്ധവിശ്വാസത്തിൻ്റെ ഫലമായിട്ട് പലരും അനുഭവിക്കുന്ന വേദനകളും ദുരിതങ്ങളുമെല്ലാം. നമുക്ക് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണുകയാണെങ്കിൽ പല വീടുകളിലും കുട്ടികൾ വളർന്നു വരുമ്പോൾ അവരുടെ ഉള്ളിൽ തന്നെ മാതാപിതാക്കൾ ഒരു ചിന്ത നിക്ഷേപിക്കുന്നുണ്ട്, നിങ്ങൾ കുറുമ്പ് കാട്ടിയാൽ പിശാചിന് പിടിച്ചു കൊടുക്കും, അല്ലെങ്കിൽ ഭൂതം വരും എന്നൊക്കെ പറഞ്ഞ് അവരറിയാതെ തന്നെ കുട്ടികളിൽ ഒരു പേടി വരുന്നുണ്ട്. ഇതെന്തോ ഒരു സാങ്കല്പികമായിട്ടുള്ളതല്ല, യാഥാർത്ഥ്യമായിട്ടുള്ള എന്തോ എന്നുള്ളതാണ് അവരുടെ ചിന്തയിലേക്ക് വരുന്ന, അല്ലെങ്കിൽ അവരുടെ മനസ്സിലേക്ക് പതിയുന്ന രൂപം. അങ്ങനെ ഭയപ്പെടുത്താൻ ഉപയോഗിക്കുന്ന പല പദങ്ങളും പിന്നീട് കുട്ടികളിൽ ഒരു വലിയൊരു
യാഥാർത്ഥ്യമായിട്ട് മാറുന്ന ഒരവസ്ഥ കുട്ടികളിലുണ്ട്. മാത്രമല്ല ഇന്ന് മീഡിയകളിൽ ഗോസ്റ്റ് അതുപോലെയുള്ള ചില സങ്കല്പങ്ങൾ മീഡിയയും കുട്ടികൾക്ക് നൽകുന്നുണ്ട്. പലപ്പോഴും കുട്ടികൾക്ക് ഇങ്ങനെയുള്ള സാങ്കല്പിക കഥാപാത്രങ്ങളെ കണ്ട് അത് യാഥാർത്ഥ്യമാണെന്ന് തെറ്റിദ്ധരിച്ച് രാത്രിയിൽ കിടന്ന് ഭയന്ന് വിളിക്കുന്ന കുട്ടികളുമുണ്ട്. മറ്റൊരു കാരണം പറയുകയാണെങ്കിൽ പലപ്പോഴും എളുപ്പവഴിയിലേക്ക് ക്രിയ ചെയ്യുന്ന വിധത്തിൽ, കാരണം കുട്ടികളുടെ ഉത്തരവാദിത്തങ്ങളെ അഭിമുഖീകരിക്കാതെ, ഫോർ എക്സാമ്പിൾ പരീക്ഷയ്ക്കൊക്കെ പഠിക്കാതെ ഏതെങ്കിലും നമ്മൾ കണ്ടിട്ടുണ്ട് ഓജ ബോർഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് ക്വസ്റ്റ്യൻ കിട്ടുക, ആൻസർ കിട്ടുക, മാർക്ക് എത്രയാണെന്ന് അറിയുക, അങ്ങനെയുള്ള പല എളുപ്പവഴിയിലേക്കും പോകാനുള്ള ഒരു മെത്തേഡായിട്ട് ഈ അന്ധവിശ്വാസങ്ങളെ കുട്ടികൾ സ്വീകരിക്കുന്നുണ്ട്. ഇങ്ങനെ പല കാരണങ്ങൾ ഉള്ള ഒരു പശ്ചാത്തലത്തിൽ വളർന്നു വരുമ്പോൾ കുട്ടികളിൽ തന്നെ ഇത് രൂഢമൂലമാവുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ സിസ്റ്റർ പറഞ്ഞത് അന്ധവിശ്വാസം നമ്മുടെ കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ തന്നെ നമ്മുടെ മാതാപിതാക്കളിൽ നിന്ന് ഒരു പരിധി വരെ ഈ കുഞ്ഞുങ്ങളിലേക്ക് ചെലുത്തിക്കൊണ്ടായിരിക്കുന്നത്. അവരെ ഭയപ്പെടുത്തുവാന്, അവരെ നിയന്ത്രിപ്പാന്, അവരെ കൺട്രോൾ ചെയ്ത് വളർത്തുവാന് ഇതുപോലെയുള്ള ചില കഥകള് അപ്പന്മാരിൽ നിന്നും അമ്മമാരിൽ നിന്നും അമ്മൂമ്മമാരിൽ നിന്നുമൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക് ഇങ്ങനെ വ്യാപിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് കേട്ട് കുഞ്ഞുങ്ങളെയൊക്കെ ഒന്ന് പേടിപ്പിച്ച് നിയന്ത്രിച്ച് കുഴപ്പമില്ലാതെയൊക്കെ വളർത്താം. സിസ്റ്റർ പറഞ്ഞു ഈ ഓരോ കാര്യങ്ങളെ പറഞ്ഞൊക്കെ പിള്ളേരെ പേടിപ്പിക്കും, അവരെ നിയന്ത്രിക്കാൻ വേണ്ടി എന്ന് പറഞ്ഞു. ഞാൻ ഓർക്കുന്നു, ഞാനൊരു വീട്ടിൽ ചെന്നുണ്ടെങ്കിൽ എന്നെ കണ്ട ഉടനെ ആ വീട്ടിലെ പയ്യൻ അലച്ചു വിളിച്ച് അകത്തോട്ട് കയറി അങ്ങ് പോയി. ഒരു കൊച്ചു പയ്യനാ. അപ്പൊ ഇവൻ എന്നെ കണ്ടോണ്ടെങ്കിൽ പേടിച്ചു പോയതെന്നാ എന്ന് എനിക്കൊരു സംശയം. ഞാൻ മോനെ മോനെ എന്ന് വിളിച്ചിട്ടൊന്നും അവൻ ഇറങ്ങി വരുന്നില്ല. ഒടുവിൽ ചിരിച്ചോണ്ട് അവൻ്റെ അമ്മയും അപ്പനും കൂടെ ഇറങ്ങി വന്ന് അവർ ഞങ്ങള് ഇവനെ വഴക്കുണ്ടാക്കുന്ന ഉടനെ പറയാറുണ്ട്, അച്ഛനോട് ഞങ്ങൾ പറയും അച്ഛനെ ഇപ്പൊ വിളിക്കുമെന്ന് പറയും. അപ്പൊ അച്ഛനെ വിളിക്കുമെന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് ഇവന്റെ നിലവിളി അങ്ങ് നിൽക്കും. കാരണം അച്ഛനെ പറഞ്ഞാണ് ഇവനെ പേടിപ്പിക്കുന്നത്. അപ്പൊ ഈ പയ്യൻ എന്നെ കാണുന്നത് എങ്ങനെയാ? ഈ അച്ഛൻ ഒരു ഭീകര ജീവിയാ അല്ലേ? അപ്പൊ ഞാൻ അവിടെ ചെന്നോണ്ടേ ഒരു ഭീകര ജീവി വന്നെന്നുള്ളതാണ് ആ പയ്യന് മനസ്സിലായത്. കാരണം അവന്റെ അമ്മ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, നീ കുസൃതി കാണിച്ചാൽ അച്ഛനോട് പറയും, അച്ഛൻ നിന്നെ ശിക്ഷിക്കും. അപ്പൊ അച്ഛനോടുള്ളൊരു പേടി, ഈ പേടി ആരായി കുഞ്ഞിൽ കൊടുത്തത്? അമ്മയിൽ നിന്ന് തന്നെ കിട്ടിയതാ അല്ലേ? ഈ വളർച്ചയുടെ ഘട്ടത്തില് ഈ കുഞ്ഞുങ്ങൾക്ക് ഇതുപോലെയുള്ള പല പേടികൾ നമ്മൾ കൊടുക്കും. ആ പേടികളാണ് പലപ്പോഴും പല അന്ധവിശ്വാസങ്ങളിലേക്കും ഈ കുഞ്ഞുങ്ങളെ ചെറുപ്പം മുതൽ തന്നെ നയിക്കുന്നത്. അതുപോലെ തന്നെ സിസ്റ്റർ മറ്റു പല കാര്യങ്ങളും പറഞ്ഞു, അത് നമുക്ക് ഓരോന്നായിട്ട് നമ്മുടെ ചർച്ചയ്ക്കായിട്ട് എടുക്കാം. സിസ്റ്ററെ, ഈ സമൂഹത്തില് ഇതുപോലെയുള്ള ഒരുപാട് അന്ധവിശ്വാസങ്ങളൊക്കെ വളർന്ന് വരുന്നുണ്ട്. നമ്മൾ പഠിപ്പിക്കുന്ന കോളേജ് തലങ്ങളില്, സ്കൂൾ തലങ്ങളില്, വിദ്യാർത്ഥികളുടെ ഇടയിൽ ഇങ്ങനെയുള്ള അന്ധവിശ്വാസങ്ങൾ പ്രത്യേകിച്ച് എന്തെങ്കിലുമൊക്കെ ഐഡന്റിഫൈ ചെയ്യാൻ സാധിച്ചിട്ടുണ്ടോ? അന്ധവിശ്വാസത്തിൻ്റെ സാന്നിധ്യം വിദ്യാർത്ഥികളുടെ ഇടയിൽ ഉണ്ടെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. എൻ്റെ ഔദ്യോഗിക ജീവിതത്തിലെ ഒരു മുക്കാഭാഗവും ഞാൻ ഹോസ്റ്റൽ വാർഡനായിട്ടാണ് കഴിച്ചു കൂടിയിട്ടുള്ളത്. യുവതലമുറ കാര്യങ്ങൾ പെട്ടെന്ന് അറിയാനുള്ള ഒരു വ്യഗ്രത അവരുടെ മനസ്സിൽ എപ്പോഴും ഉള്ളതാണ്. ഒരിക്കൽ ഞാൻ കുട്ടികളുടെ ഒരു ചെറിയൊരു ഗ്രൂപ്പിൽ ഇടപെട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു കുട്ടി അതിനകത്ത് നിന്ന് അലമുറയിട്ട് മുറിയുടെ പുറത്ത് ചാടിപ്പോകുന്ന ഞാൻ കണ്ടായിരുന്നു. പെട്ടെന്ന് കാര്യം ചോദിച്ചു വന്നപ്പോഴത്തേക്കാണ് 6:30 മണിയാണ്, വൈകുന്നേരം 6:30 മണിയായി, പള്ളിയിൽ കുരിശുമണി അടിച്ചു. ആ സമയത്ത് ഇവർ ഓജോ ബോർഡ് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ഇവർ ചോദിച്ച ചോദ്യത്തിന് ഉത്തരവും കൊടുത്തിട്ട് ആ ഗ്ലാസ് മറിഞ്ഞുപോയി. അപ്പോൾ ഗ്ലാസ് മറിഞ്ഞു പോയി കഴിഞ്ഞാൽ എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന് പറഞ്ഞിട്ട് അവർ നേരത്തെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുട്ടിയുടെ വിചാരം കുട്ടിയിലേക്ക് ഈ പിശാച് അല്ലെങ്കിൽ വന്നിരിക്കുന്ന വ്യക്തി ആവാഹിച്ചു എന്നുള്ള രീതിയിലാണ് പുള്ളിക്ക് അങ്ങോട്ട് പേടി വന്നിട്ട് അങ്ങോട്ട് ചാടി ഓടി പോകുന്നത്, ഈ അരമുറയിട്ട് കരഞ്ഞു പോകുന്നത് ഞാൻ കണ്ടതാണ്. അപ്പോൾ വിളിച്ച് കാര്യങ്ങൾ ചോദിച്ചപ്പോഴത്തേക്കാണ് മനസ്സിലാകുന്നത് ഓജോ ബോർഡിൻ്റെ ഇൻഫ്ലുവൻസിൽ ഇവർ അങ്ങനെ ഒരു ഇതിൽ ചുറ്റിപ്പറ്റി ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ ഇതെല്ലാ ദിവസവും ഇവർ രാത്രി 12 മണി 5 മണി മുതൽ രാത്രി 12 മണി വരെയും ഈ ഓജോ ബോർഡ് കളിച്ച് ഒരു തരത്തിൽ പറഞ്ഞാൽ പേടിച്ച് ആണ് ഇരിക്കുന്നത്. പക്ഷേ എന്നാലും അറിയാനുള്ള വ്യഗ്രത, കൂടുതൽ കാര്യങ്ങൾ അറിയാനുള്ള വ്യഗ്രത. അപ്പോൾ ഞാൻ ചോദിച്ചു വന്നപ്പോഴത്തേക്ക് നാളെ പരീക്ഷയ്ക്ക് വരുന്ന ചോദ്യം എന്താണെന്ന് ഞങ്ങൾക്ക് ഈ ഓജോ ബോർഡിലൂടെ കണ്ടുപിടിക്കാനായിട്ട് പറ്റിയിട്ടുണ്ടെന്നാണ് അവർ പറഞ്ഞത്. പക്ഷേ ചോദ്യം വന്നോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. പക്ഷേ കുട്ടികളിൽ ആ ഇൻഫ്ലുവൻസ് ഉണ്ട് എന്നപ്പോൾ എനിക്ക് മനസ്സിലായി. അപ്പോൾ ഞാൻ വാസ് ട്രൈയിങ് ടു മേക്ക് ദം അണ്ടർസ്റ്റാൻഡ് ഇറ്റ് ഈസ് ഓൾ നത്തിങ് എന്നുള്ള കാര്യം പറഞ്ഞിട്ടും കുട്ടികൾക്കത് മനസ്സിലാകത്തില്ല. ഇപ്പോഴും ഈ ഓജോ ബോർഡിൻ്റെ ഇൻഫ്ലുവൻസ്
ഈ യുവതലമുറയിൽ ഉണ്ട് എന്നുള്ളതാണ്. അതൊരു 10 വർഷം മുമ്പ് നടന്നതാണെങ്കിലും ഇന്നും ഈ 2014 ഈ ഓജോ ബോർഡിന്റെ ഇൻഫ്ലുവൻസ് ഈ യുവതലമുറയുടെ ഉള്ളിൽ ഉണ്ട് അപ്പൊ എന്നാണ് ഞാൻ സിസ്റ്റർ പറഞ്ഞതിൽ വിശ്വസിക്കുന്നത്. നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ഈ കാര്യങ്ങൾ അറിയാനുള്ള വ്യഗ്രത നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുണ്ട്. പ്രത്യേകിച്ച് ഭാവി കാര്യങ്ങൾ അറിയാനായിട്ടുള്ള വ്യഗ്രത, പരീക്ഷയ്ക്ക് വരുന്ന ചോദ്യങ്ങൾ അറിയാനുള്ള വ്യഗ്രത. അപ്പോൾ ഈ ഓജോ ബോർഡിനെ സമീപിച്ചാൽ ചോദ്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ നമുക്ക് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഭാവി എന്താണെന്ന് അറിയാനായിട്ട് സാധിക്കും. ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന പയ്യൻ എങ്ങനെയുള്ളതാണെന്ന് അറിയാനായിട്ട് സാധിക്കും. എത്ര കുഞ്ഞുങ്ങൾ ഉണ്ടാകും എന്നുള്ളത് അറിയാൻ സാധിക്കും. ഇതൊക്കെ ഓജോ ബോർഡ് മൂലം സാധിക്കുമെന്നൊക്കെ ധരിച്ച് അത് ഉപയോഗിക്കുന്ന വിദ്യാർത്ഥി സമൂഹം ഒരുപാട് നമ്മുടെ ഇടയിൽ ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓജോ ബോർഡൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അത് കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ല. കളിച്ചിട്ടുണ്ടോ? കളിച്ചിട്ടില്ല അല്ലേ? അതിൻ്റെ ആ സ്വാധീനം ഇപ്പൊ കുറച്ചൊക്കെ കുറഞ്ഞു തുടങ്ങി. എന്നാൽ അങ്ങനെ ഒരു വലിയ സംഗതി അവരുടെ ഇടയിൽ ഉണ്ടായിരുന്നു. ഇതൊക്കെ മനുഷ്യന്റെ മനസ്സിൽ അടിഞ്ഞുകൂടുന്ന ഒരു ഭയത്തിൽ നിന്ന് ഉളവാകുന്ന പല വിശ്വാസങ്ങളുടെ ഫലമാണ്. വല്ലാത്ത ഒരു ഭയം നമ്മുടെ മനസ്സിൽ കടന്നുകൂടിയാൽ ആ ഭയത്തെ ഡീല് ചെയ്യുവാനായിട്ട് ഇതുപോലെയുള്ള പല പല മാർഗങ്ങൾ നമ്മൾ ഉപയോഗിക്കും. സിസ്റ്റർ പറഞ്ഞു, ജീവിതത്തിൽ ബുദ്ധിമുട്ടിനെയോ യാഥാർത്ഥ്യത്തെയോ നേരിടുവാനായിട്ട് മനസ്സില്ലാത്ത സാഹചര്യങ്ങളിൽ ഈസി മെത്തേഡ് നമ്മൾ കണ്ടെത്താനായിട്ട് ശ്രമിക്കും. അപ്പൊ ഈസി ആയിട്ടൊരു കാര്യം സാധിക്കണമെന്ന് വരികില്ല, ഇങ്ങനെയുള്ള ഇച്ചിരി വിശ്വാസത്തിന്റെ പുറകെ പോയാൽ എന്നാ കുഴപ്പമില്ല എന്നുള്ള ചിന്തയിലാണ് നമ്മൾ ചെയ്യുന്നത്. അതായത് നമ്മുടെ ചുറ്റും നോക്കുന്ന ഉടനെ എല്ലാം പണക്കാരാ, ധാരാളം പണമുള്ളവരാ ചുറ്റും, എനിക്ക് അത്രയും ഇല്ല. അപ്പൊ ഞാൻ അധ്വാനിച്ചാലും എത്രമാത്രം കിട്ടും എന്നുള്ളതിനെ കുറിച്ച് എനിക്കൊരു ചിന്തയുണ്ട്. അപ്പൊ പെട്ടെന്ന് മറ്റുള്ളവരെ പോലെ പണക്കാരനാകണം, അതുപോലെയുള്ള ലക്ഷറി എനിക്ക് വേണം എന്ന് ചിന്ത വരുന്ന ഉടനെ എങ്ങനെ ഈസി ആയിട്ട് പണം ഉണ്ടാക്കാം, അങ്ങനെ പണം ഉണ്ടാക്കാനായിട്ടുള്ള ചില മെത്തേഡുകളുമായിട്ട് ചില ആളുകളൊക്കെ നമ്മളെ സമീപിക്കും. ഉടനെ നമ്മൾ അത് സ്വീകരിച്ച് പെട്ടെന്ന് പണക്കാരനാകാനായിട്ട് ശ്രമിക്കും. പക്ഷെ കുറെ കഴിയുമ്പോഴാണ് മനസ്സിലാകുന്നത് പോക്കറ്റിൽ ഉണ്ടായിരുന്നതും നമുക്ക് നഷ്ടമായി. അങ്ങനെ നഷ്ടമാകും എന്ന് അറിയാമെങ്കിലും നമ്മൾ അത് ചെയ്തിരിക്കും. അതാണ് നമ്മുടെ മനസ്സിന്റെ ഒരു ബലഹീനത എന്ന് പറയുന്നത്. തെറ്റാണെന്ന് അറിയാമെങ്കിലും നമ്മൾ അതിലേക്ക് ചിലപ്പോൾ വീണു പോകുവാൻ തക്കവണ്ണം നമ്മുടെ മനസ്സിലൊരു ബലഹീനതയുണ്ട്, ബലഹീന വശമുണ്ട്. ആ ബലഹീന വശത്തിൽ നിന്നാണ് പലപ്പോഴും ഇതുപോലെയുള്ള അന്ധവിശ്വാസങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് കയറുന്നത്. അദ്ദേഹം എന്തോ പറയാനായിട്ട് ശ്രമിക്കുകയാണല്ലോ, എന്ന് പറഞ്ഞാട്ടെ. കേരളത്തിൽ മാത്രമല്ല അന്ധവിശ്വാസങ്ങളുടെ ഇതുള്ളത്, ഈവൻ വെസ്റ്റേൺ കൺട്രീസിലാണെങ്കിൽ പോലും ഒരുപാട് അന്ധവിശ്വാസങ്ങളുണ്ട്. ഇപ്പോൾ അവരുടെ തന്നെ റൂം നമ്പർ 13 യൂസ് ചെയ്യാൻ പാടില്ല, അങ്ങനെയൊക്കെ പറഞ്ഞ് ഒരുപാടുണ്ട്. അപ്പോൾ ഇത് മൊത്തത്തിൽ നമ്മുടെ ലോകത്ത് മൊത്തത്തിൽ കാണാൻ പറ്റുന്നൊരു ഇതാണ് അന്ധവിശ്വാസങ്ങൾ. അതിൻ്റെ ഒരു കാരണം എൻ്റെ ഒരു ചിന്തയിൽ വന്നത് എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, മനുഷ്യന് സങ്കല്പിക്കാൻ കഴിയുന്നതോ അല്ലെങ്കിൽ അറിയാൻ കഴിയുന്നതിനോ അപ്പുറമായിട്ടുള്ള കാര്യങ്ങളെ വിശ്വസിക്കാനും അവയെ ആരാധിക്കുവാനായിട്ടുള്ളൊരു ടെൻഡൻസി മനുഷ്യന്മാരിൽ പൊതുവേ കൂടുതലാണ്. അപ്പം അതായിരിക്കാം ഈ വേൾഡിൽ മൊത്തത്തിൽ അങ്ങനെ ഒരു അന്ധവിശ്വാസങ്ങളെ കാണാൻ സാധിക്കുന്നതെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത് ശരിയാണ്. കേരളത്തിൽ മാത്രമല്ല ലോകം മുഴുവനും അന്ധവിശ്വാസം കാണാൻ സാധിക്കും. എന്നാൽ കേരളം ഇത്രയും വിദ്യാഭ്യാസപരമായിട്ട് ഉയർന്നിട്ടും എന്തുകൊണ്ട് അന്ധവിശ്വാസികളുടെ എണ്ണം കൂടുന്നു എന്നുള്ളതാണ് നമ്മൾ പ്രശ്നമായിട്ട് എടുത്തത്. അതുകൊണ്ടാണ് കേരളത്തെ പ്രത്യേകിച്ച് എടുത്തത്. മാത്രമല്ല നമ്മുടെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് വേണമല്ലോ നമ്മുടെ പ്രശ്നത്തെ നമ്മൾ കൈകാര്യം ചെയ്യുവാൻ. ഇത് കേരളത്തിൽ മാത്രമുള്ള സംഗതിയല്ല, ലോകം മുഴുവനും ഉള്ള ഒരു സംഗതിയാണ് ഈ അന്ധവിശ്വാസം എന്ന് പറയും. ഇവിടുത്തെ അന്ധവിശ്വാസം ആയിരിക്കില്ല അവിടെ നിന്ന് മാത്രമേ ഉള്ളൂ. ഓരോ സ്ഥലം അനുസരിച്ച് അതിനകത്ത് വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പൊ നമുക്ക് ഇവിടെ പറഞ്ഞു വന്നത്, ഈസി ആയിട്ട് കാര്യങ്ങൾ സാധിക്കാൻ നമുക്ക് മാർഗങ്ങൾ വേണം. നമുക്കറിയാൻ വയ്യാത്ത കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരാൻ മാർഗങ്ങൾ വേണം. അപ്പൊ അത് ഓജോ ബോർഡാണേ ഓജോ ബോർഡ്, അല്ല വേറെ എന്തെങ്കിലും ബോർഡാണേ വേറെ ബോർഡ്, എന്തായിരുന്നാലും നമുക്ക് ഈസി ആയിട്ട് കാര്യങ്ങൾ അറിയണം അല്ലേ? അങ്ങനെ ഒരു ജിജ്ഞാസ നമ്മുടെ ഉള്ളിലുണ്ട്. അതുപോലെ മുമ്പേ പറഞ്ഞത്, പെട്ടെന്ന്
നമ്മൾക്ക് കാര്യങ്ങൾ സാധിക്കണം, ഡിഫിക്കൽറ്റിയെ നേരിടാൻ ഒക്കത്തില്ല. അങ്ങനെയുള്ള സാഹചര്യങ്ങളിലും ഇതുപോലെയുള്ള വിശ്വാസങ്ങൾ നമ്മൾ വളർത്തുന്നു എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതിനോടനുബന്ധിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും പറയണമെന്ന് താല്പര്യം? യെസ്. വിശ്വാസം തലമുറകളോളം നമ്മൾ പകർന്നു കൊടുക്കുമ്പോഴും അന്ധവിശ്വാസം മിക്കവർക്കും ഉണ്ട്. പക്ഷെ ഒരു അന്ധവിശ്വാസി ആണെങ്കിൽ അയാൾ ക്രിട്ടിക്കൽ തിങ്കർ ആയിരിക്കില്ല. ഒരു സോഷ്യൽ ബാരിയർ തിങ്കിങ് സൊസൈറ്റിയിൽ ഉള്ളത് കൊണ്ടാണ് ഈ അന്ധവിശ്വാസം ഉള്ളത്. ഏറ്റവും ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു പണക്കാരനായാലും പാവപ്പെട്ടവനായാലും, പണക്കാരൻ്റെ എക്സാമ്പിൾ, അയാൾ ഒരു സ്ഥലം വാങ്ങിച്ചു, അയാളുടെ രണ്ടായ കാശ് കൊടുത്ത്. കുറച്ച് പേര് പറയുകയാണ് ഈ സ്ഥലത്തിന് എന്തൊക്കെയോ ഒരു പ്രശ്നമുണ്ടെന്ന് പറയുകയാണെങ്കിൽ, അന്ധവിശ്വാസി ആണെങ്കിൽ, അയാൾ ഒരു ക്രിട്ടിക്കൽ തിങ്കർ അല്ലെങ്കിൽ അയാൾ വേഗം തന്നെ വേറെ സ്ഥലം വാങ്ങിക്കും. അങ്ങനെയാണെങ്കിൽ മിക്കവരും അന്ധവിശ്വാസത്തോടെ പറ്റിക്കപ്പെടുകയല്ലേ എന്നാണ് എൻ്റെ അഭിപ്രായം. അന്ധവിശ്വാസം എന്ന് പറയുന്നത് നമ്മളെ പറ്റിക്കാൻ ഇടയാക്കുന്ന ഒരു കാര്യമാണെന്നാണ് ഇദ്ദേഹം പറഞ്ഞത്. അപ്പൊ ഈ അന്ധവിശ്വാസം ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണെന്നാണ് നമ്മളിപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ടാണ് അത് എങ്ങനെയാണ് നമ്മളെ ബാധിക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാനായി ഇദ്ദേഹം പറഞ്ഞത് വളരെ ശരിയായൊരു സംഗതിയാണ്. നമ്മുടെ ഉള്ളിൽ ഏതെങ്കിലും ബലഹീന വശത്ത് ഒരു സംശയം ആരെങ്കിലും കടത്തിവിട്ടാൽ അത് അന്ധവിശ്വാസമായിട്ട് മാറാനുള്ള സാധ്യതകൾ ഉണ്ട്. പണ്ട് കാലത്ത് ഒരുപാട് എന്താ പറയുക വിശ്വാസങ്ങൾ ഉണ്ടായിരുന്നു. ചില കാര്യങ്ങൾ ശരിയാണ്. ഇപ്പോൾ ഒരു കാര്യം പറയുന്നത് വെച്ചാൽ രാത്രി സമയത്ത് വീട്ടിലിരുന്ന് നഖം വെട്ടാൻ പാടില്ല എന്ന് പറയുമായിരുന്നു പണ്ടുള്ള ആൾക്കാർ. നഖം വെട്ടാൻ പാടില്ല എന്ന് പറയുമായിരുന്നു. പക്ഷെ അത് ഇന്നും പലരും ഫോളോ ചെയ്ത് വരുന്നുണ്ട്. പക്ഷെ അതിന്റെ കാരണം അവർ അന്വേഷിക്കുന്നില്ല. പണ്ട് കാലത്ത് വീടുകളിൽ രാത്രി വെളിച്ചം ഉണ്ടാവില്ല, അപ്പൊ കാണാൻ പറ്റില്ല, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുമെന്ന് പറയുന്നത്. പക്ഷെ ഇന്നത്തെ കാലത്ത് അത് ഒട്ടും റെലവൻറ്റ് അല്ല. പലപ്പോഴും പഴയ സോഷ്യൽ നോംസ് ഇന്ന് റെലവൻറ്റ് അല്ലെങ്കിൽ കൂടി ഫോളോ ചെയ്യുന്നതാണ് ഒരു പരിധി വരെ അന്ധവിശ്വാസത്തിന്റെ കാരണമായിട്ട് വരുന്നത്. അറിഞ്ഞോ അറിയാതെയോ പഴയ പല കാര്യങ്ങൾ ആവശ്യമുണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മൾ അങ്ങ് ഫോളോ ചെയ്യുക, കണ്ണടച്ചങ്ങ് ഫോളോ ചെയ്യുക. അതുകൊണ്ടാണ് അന്ധമായിട്ട് ഇതിനെ അനുകരിക്കുന്നു എന്ന് പറയുന്നതിന്റെ കാരണം. അദ്ദേഹം പറഞ്ഞു ക്രിട്ടിക്കലായിട്ട് നമുക്കൊരു മൈൻഡ് ഉണ്ടെന്ന് വരികിൽ, അതായത് ചോദ്യം ചോദിച്ച് വിശകലനം ചെയ്ത് മനസ്സിലാക്കുന്ന ഒരു മനസ്സുണ്ടെങ്കിൽ പല അന്ധവിശ്വാസങ്ങളും നമ്മളിൽ നിന്ന് അകന്നു നിൽക്കുമെന്നാണ് പറയുന്നത്. അങ്ങനെ മനസ്സില്ലാത്ത ഒരവസ്ഥയിലേക്കാണ് നമ്മൾ വന്നുകൊണ്ടിരിക്കുന്നത് പലപ്പോഴും. അതുകൊണ്ടാണ് ഈ അന്ധവിശ്വാസങ്ങൾ പ്രബലപ്പെടുന്നത്. ഈ ടി വിയിലും മറ്റും മനുഷ്യർ ഏറ്റവും കൂടുതൽ കാണുവാൻ താല്പര്യപ്പെടുന്ന സീരിയലുകളുണ്ടല്ലോ. ആ സീരിയലുകൾ ഏതാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ? ഏതാ മനുഷ്യർ ഏറ്റവും കൂടുതൽ കാണാൻ താല്പര്യപ്പെടുന്ന സീരിയൽ ഏതൊക്കെയാ? ഭൂതപ്രേത പിശാചുക്കളുടെ കാര്യങ്ങൾ വിവരിക്കുന്ന സീരിയലുകൾ അല്ലേ? അപ്പോൾ അത് കാണാൻ ഒരുപാട് ആളുകൾ അതുണ്ട്. നല്ല രസമായി ഇത് കാണാനായിട്ട്. എന്നാൽ ഇതിലെ കഥാപാത്രങ്ങൾ പലതും സാങ്കല്പികമാണെന്ന് മനസ്സിലാക്കാനായിട്ട് നമ്മുടെ ബലഹീനമായ മനസ്സിന് സാധിക്കുകയില്ല. അങ്ങനെ വരുമ്പോൾ ഇതിലെ കഥാപാത്രങ്ങളെയൊക്കെ നമ്മൾ മനസ്സിലോട്ട് സംശീകരിക്കും. ഇതിനെ നമ്മുടെ മനസ്സിലോട്ട് സംശീകരിച്ച് കഴിയുമ്പോൾ അതിൻ്റെതായ ഒരു വ്യക്തിത്വത്തിന്റെ പ്രഭാവം നമ്മളിൽ ഉണ്ടാകും. നമ്മൾ അറിയാതെ അങ്ങനെയുള്ള ക്യാരക്ടേഴ്സിനെ നമ്മുടെ ജീവിതത്തിൽ പ്രൊഡ്യൂസ് ചെയ്യും. നമ്മൾ അറിയാതെ അതിനെ നമ്മളെ എടുത്ത് വെളിയിൽ കാണിക്കും. അതിന് പല പേരുകളൊക്കെ പറയും. ചിലർ ബാധ എന്ന് പറയും, ചിലർ മറ്റു രീതിയിലുള്ള ഏതെങ്കിലും പൊസഷൻ എന്നോ എന്തെങ്കിലുമൊക്കെ അതിനെക്കുറിച്ച് പറയും. അത് എന്തു തന്നെയായിരുന്നാലും നമ്മുടെ മനസ്സിൽ നമ്മൾ ഉൾക്കൊണ്ട ആ ഒരു വിശ്വാസം ഒരു വ്യക്തിത്വ രൂപേണ വെളിയിലേക്ക് വരുന്നതാണ് അത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് നന്നായിരിക്കും. അപ്പൊ ഈ സീരിയലുകളൊക്കെ ഈ ടി വിയിൽ കാണുമ്പോൾ കാണാൻ രസമാണെങ്കിലും അതുപോലെയുള്ള ചില സിനിമകൾ ഇതൊക്കെ കാണുന്ന ഉടനെ അതിൻ്റെതായ എന്തെങ്കിലും ദോഷ വശങ്ങൾ ഉള്ളതായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? യെസ്. എനിക്കത് മനസ്സിന്റെ ബലഹീനതയാണെന്ന് അച്ഛൻ പറഞ്ഞില്ലേ, ഭൂതത്തിലും പ്രേതത്തിലും വിശ്വസിക്കുന്നത്. അത് മനസ്സിന്റെ ബലഹീനതയാണോ എന്നൊരു ചോദ്യം. അത് എനിക്ക് അനലൈസ് ചെയ്ത് ഞാനതിനെക്കുറിച്ച് പല പ്രാവശ്യം ചിന്തിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നിയിട്ടുള്ളത് മേ ബി ഇറ്റ് ഈസ് ബിക്കോസ് നമ്മൾ ക്രിട്ടിക്കലി അനലൈസ് ചെയ്യുന്നതും നമുക്ക് റീസൺ വേണം എന്നുള്ളത് കൊണ്ട് നമ്മൾ റീസണബിളി തിങ്ക് ചെയ്യുന്നതും കൊണ്ടാണ്. ഒരു പോസിറ്റീവ് എനർജി ഉണ്ടെങ്കിൽ അവിടെ നെഗറ്റീവ് എനർജി എന്തായാലും ഉണ്ടെന്നുള്ള വിശ്വാസം കൊണ്ടാണ് പ്രേതത്തിലും ഭൂതത്തിലും വിശ്വസിക്കുന്നത് എന്ന് എനിക്കൊരു പോയിന്റ് പറയാനാണ്. അതിൽ വിശ്വസിക്കുന്നതെന്നോ അതോ അതുണ്ടെന്ന് മനസ്സിലാക്കുന്നതോ ഇത് രണ്ടിലേതാ പദം കൊണ്ട് ഉദ്ദേശിച്ചത്? ഉദ്ദേശിച്ചത് മനസ്സിലാക്കുന്നതും മനസ്സിലാക്കി അത് വിശ്വസിക്കുന്നതും. മനസ്സിലാക്കിയിട്ട് അതിൽ വിശ്വസിക്കുന്നത് അല്ലേ? അതാണ് ഉദ്ദേശിച്ചത്. ഓക്കെ. യാ. യെസ്.
എനിക്ക് തോന്നുന്നത് ഹ്യൂമൻ വാണ്ട്സ് ആർ ഓൾവേസ് അൺലിമിറ്റഡ്. അതുകൊണ്ട് തന്നെ മനുഷ്യർ അവരുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി പല രീതിയിലുള്ള വഴികളാണ്, ഇപ്പോൾ സിസ്റ്റർ പറഞ്ഞ പോലെ ഈസി വേസ് അത് അന്വേഷിച്ച് പോകും. അപ്പോൾ ചില സമയത്ത് ഈ അന്ധവിശ്വാസങ്ങളായിരിക്കും. ഈവൻ ഓജോ ബോർഡിനെ കുറിച്ച് പറയുവാണെങ്കിൽ, ഞാൻ ഈ ഓജോ ബോർഡിനെ കുറിച്ച് കേട്ടപ്പോൾ ഇത് എന്താണ് സംഭവം എന്ന് അറിയാൻ വേണ്ടി ഒരു ദിവസം ഗൂഗിളിൽ സെർച്ച് ചെയ്തു. അപ്പം അതിൽ വായിച്ചപ്പം ഇങ്ങനെ സ്പിരിറ്റ് വരും, അതായത് ജീവിച്ച് കൊതി തീരാത്ത കുറേ സ്പിരിറ്റ് ഇപ്പോഴും അലഞ്ഞു തിരിഞ്ഞ് നടപ്പുണ്ട്. അവർ വരും, നമ്മളെ ഹെൽപ്പ് ചെയ്യും, നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ സഹായിച്ചു തരും. അപ്പം അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ. അപ്പോൾ സാധാരണ ജനങ്ങൾ ഇപ്പോൾ ഈ യൂത്തിൻ്റെ ട്രെൻഡ് അനുസരിച്ച് ഇപ്പോൾ ഓജോ ബോർഡൊക്കെ ഒരു ഇത്തിരി കൂടെ മോഡേൺ ആയിട്ടുള്ളൊരു സംഭവമാണ്. ഇപ്പോൾ ഓൾഡ് പാറ്റേൺ ആണ് ഇങ്ങനെ പൂച്ച വട്ടം ചാടിക്കഴിഞ്ഞാൽ അപകടം വരും, നീല ടവൽ ഉപയോഗിച്ച് എന്തെങ്കിലും സംതിങ് ഗുഡ് വിൽ ഹാപ്പൻ, അങ്ങനത്തെ. ഇപ്പം ന്യൂജൻ മൈൻഡ് അനുസരിച്ച് അതിൽ നിന്നൊക്കെ ഇത്തിരിയും കൂടെ വിട്ടു നിന്നിട്ട് ഓജോ ബോർഡ് പോലുള്ള കുറച്ചും കൂടി ഇത്തിരി നൂതന സാങ്കേതിക മോഡേൺ ആയിട്ടുള്ള അന്ധവിശ്വാസ ഉപകരണങ്ങൾ ഇറങ്ങി, അങ്ങനത്തെയൊക്കെ ഒരു രീതിയിൽ പോകുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു ഹ്യൂമൻ വാണ്ട്സ് ആർ അൺലിമിറ്റഡ്, സോ ദേ വാണ്ട് ടു അച്ചീവ് സംതിങ് ദാറ്റ് ക്യാൻ ബി ത്രൂ ഡിഫറെന്റ് വേസ്. അപ്പൊ മനുഷ്യ മനസ്സ് എല്ലായ്പ്പോഴും ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ആഗ്രഹിച്ചു വാഞ്ചിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അതിനെ സംതൃപ്തിപ്പെടുത്താനുള്ള മാർഗങ്ങൾ, അതിന് ഏറ്റവും ഈസി ആയിട്ടുള്ള മാർഗം എന്താണോ അത് അവലംബിക്കാനുള്ള ഒരു ടെൻഡൻസി നമ്മളിൽ എല്ലാവരിലും സാധാരണഗതിയിൽ ഉണ്ടാകും. അപ്പോൾ സിസ്റ്റർ പറഞ്ഞതിൻ്റെ ഒരു രത്നചുരുക്കം പറഞ്ഞാല്, വലിയ ബുദ്ധിമുട്ടില്ലാതെ കാര്യങ്ങളൊക്കെ സാധിക്കണമെന്ന് ആഗ്രഹിക്കുന്നിടത്ത് ഇതുപോലെയുള്ള അന്ധവിശ്വാസങ്ങളെ നമ്മൾ അനുകരിച്ചു എന്ന് വരാം. ജീവിതത്തിന്റെ ദുർഘടങ്ങളെ, പ്രതിസന്ധികളെ നേരിടുവാൻ കെൽപ്പില്ല എന്ന് തോന്നുമ്പോൾ ഇതുപോലെയുള്ള ചില മാർഗങ്ങളൊക്കെ നമ്മൾ അവലംബിച്ചു എന്ന് നമുക്ക് വരാം. ഉത്തരവാദിത്വം ഏറ്റെടുക്കാനായിട്ട് മനസ്സില്ലാതെ ശങ്കിച്ചു നിൽക്കുമ്പോൾ നമുക്ക് വേണ്ടി വേറെ ആരെയെങ്കിലും ഉത്തരവാദിത്വം ഏൽപ്പിക്കാനുള്ള ഒരു പ്രവണത നമ്മളിൽ ഉണ്ടാകാം. അതിൽ നിന്ന് ഇതുപോലെയുള്ള വിശ്വാസത്തിലേക്ക് നമ്മൾ തിരിയാം. ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് ചെറുപ്പകാലം മുതൽ തന്നെ നമ്മൾ കേട്ട കഥകൾ നമ്മുടെ മനസ്സിൽ കിടപ്പുണ്ട്. ടി വിയിലും സിനിമയിലും ഒക്കെ കാണുന്ന സീരിയലുകളും സിനിമകളും ഒക്കെ നമ്മളെ ഒരുപാട് ഈ വശങ്ങളിലേക്ക് സ്വാധീനിച്ച് കൊണ്ടുപോകുന്നുണ്ട്. അപ്പൊ ഇത് പല രീതിയിലും നമ്മളെ ഇതിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുതയാണെന്നുള്ള യാഥാർത്ഥ്യമാണ്. നമ്മൾ ചില പ്രത്യേക സമയങ്ങൾ നോക്കുക, ചില പ്രത്യേക ആളുകളെ കണ്ടേച്ചു പോകാനായിട്ട് ശ്രമിക്കുക, അല്ലെ പ്രത്യേകമായിട്ടുള്ള ചില വഴികൾ തിരഞ്ഞെടുക്കുക. ഇതൊക്കെ പലരുടെയും വിശ്വാസങ്ങളാണ്. ആ വിശ്വാസങ്ങള് പലപ്പോഴും ഊട്ടി ഉറപ്പിക്കത്തക്ക രീതിയിലുള്ള ചില അനുഭവങ്ങൾ ചിലരുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ ഇത് ശരിയാണ് എന്നങ്ങ് ഉറച്ചു കഴിഞ്ഞാൽ പിന്നെ അത് അന്ധവിശ്വാസമാണെങ്കിലും മാറ്റി കളയാൻ ഒക്കത്തില്ല, അതുപോലെ രൂഢമൂലമായിട്ട് മാറും. അങ്ങനെയാണെങ്കിൽ സിസ്റ്ററെ, നമ്മുടെ ഈ സമൂഹത്തിലെ ഇതിനെക്കുറിച്ചൊക്കെ ആളുകളെ ഒന്ന് അവബോധപ്പെടുത്താനായി, ബോധ്യം ഉണ്ടാക്കാനായിട്ട് എന്തെങ്കിലും ഒരു ശ്രമങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നത് നല്ലതല്ലേ? ഈ പ്രത്യേകിച്ച് കോളേജ് തലങ്ങളിലൊക്കെ ഇതിനെക്കുറിച്ചൊരു അവയർനെസ് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത് നല്ലതല്ലേ? നല്ലതാണ്. അത് കൊടുത്താൽ കുട്ടികൾ സ്വീകരിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാര്യം വെച്ച് കഴിഞ്ഞാൽ അവർ ഒരു ഇൻക്വിസിറ്റീവ് മൈൻഡാണ്. അപ്പം ഇതൊക്കെ തെറ്റാണ്. ഇപ്പം കുട്ടി പറഞ്ഞതുപോലെ കൈ നഖം വെട്ടാൻ പാടില്ല രാത്രി, അതിൻ്റെ സയൻറ്റിഫിക് ആയിട്ടുള്ള വശം പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾക്ക് മനസ്സിലാവും. വൈകുന്നേരം 6 മണി കഴിഞ്ഞാൽ വെള്ളം കോരാൻ പാടില്ല. പണ്ട് കിണറായിരുന്നു. അപ്പോൾ തെന്നി വീണ് കഴിഞ്ഞാൽ ആളെ രക്ഷപ്പെടുത്താനായിട്ട് പാടാണ്. കട്ടിൽമേലിരുന്നിട്ട് കാല് ആട്ടാൻ പാടില്ല. എന്തുകൊണ്ടാണ്? പണ്ടത്തെ കാരണവന്മാർ ഉപയോഗിച്ചിരുന്നത് കൊളാമ്പിയാണ്. അപ്പോൾ കാല് തട്ടുമ്പോൾ കൊളാമ്പി വയ്ക്കുന്നത് കട്ടിലിനടിയിലാണ്, അത് തട്ടി വീഴും. അങ്ങനെയുള്ള സയൻറ്റിഫിക് ആയിട്ടുള്ള വശങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ മിക്ക ഈ അന്ധവിശ്വാസങ്ങളെയും നമുക്ക് തരണം ചെയ്ത് അല്ലെങ്കിൽ മാറ്റിയെടുക്കാനായിട്ട് നമുക്ക് സാധിക്കുമെന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇതിന് ശരിയായ രീതിയിലുള്ള കൗൺസിലിങ്ങുകളും സൈക്കോ തെറാപ്പിയും ഒക്കെ നൽകുകയാണെന്ന് വരികിൽ ഒരു പരിധിവരെ അന്ധവിശ്വാസങ്ങൾ മാറ്റിയെടുക്കാൻ ഒക്കുമോ? ഒരു പരിധിവരെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. കാരണം പലപ്പോഴും നമുക്കറിയാം, പേര് തന്നെ അന്ധവിശ്വാസം എന്നാണ്. അന്ധമായിട്ട് പിന്തുടരുന്ന പല കാര്യങ്ങളെയും കുറിച്ച് ബോധവൽക്കരിച്ചാൽ അവർക്കൊരു പക്ഷേ അതിൽ നിന്ന് ഒരു വ്യതിയാനം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഒപ്പം തന്നെ കുട്ടികൾക്ക് അതിൻ്റെ യാഥാർത്ഥ്യ വശങ്ങളെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുകയും ജീവിതത്തെ ശരിയായ നിലപാടോടുകൂടി സമീപിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഒരു പരിധിവരെ ജീവിതത്തിൽ ധൈര്യമുള്ളവരും ജീവിതത്തെ അഭിമുഖീകരിക്കാൻ പഠിക്കുന്നവരുമായിട്ട് നമ്മുടെ കുട്ടികൾ മാറും. ഇങ്ങനെയുള്ള ഈസി മെത്തേഡിന് പകരം ജീവിതത്തിൽ റെസ്പോൺസിബിലിറ്റി എടുത്തുകൊണ്ട് തന്നെ വളരാനായിട്ട് കുട്ടികൾക്ക് സാധിക്കുകയും ചെയ്യും. ദൈവം നമ്മളെ സൃഷ്ടിച്ചത് ആരോഗ്യമുള്ള വ്യക്തിത്വത്തിന്റെ ഒരു ഉടമയായിട്ടാണ്. ആരോഗ്യമുള്ള വ്യക്തിത്വത്തിൽ ഉറപ്പും ധൈര്യവുമുണ്ട്. അതുകൊണ്ടാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്, നീ ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കുക എന്ന് പറഞ്ഞിരിക്കുന്നത്. ഉറപ്പും ധൈര്യമുള്ള ഒരു മനസ്സിൽ
അന്ധവിശ്വാസത്തിന് സ്ഥാനമില്ല. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ, ശരിയായ ദൈവവിശ്വാസം നമ്മൾ വളർത്തിക്കൊണ്ട് വന്നാൽ നമ്മളിൽ അന്ധവിശ്വാസത്തിന് വലിയ സ്ഥാനമില്ല. ദൈവം സൃഷ്ടിച്ച 24 മണിക്കൂറും ഒരുപോലെ നമുക്ക് വിലയുള്ളതാ. അതിൽ 1 മണിക്കൂർ നല്ലത്, ബാക്കി 3 മണിക്കൂർ അഴുക്ക്. ഇങ്ങനെ നമുക്കതിനെ കണക്കാക്കാൻ ഒക്കത്തില്ല. എല്ലാ സമയവും ദൈവം സൃഷ്ടിച്ച് നമുക്ക് തന്നിരിക്കുന്നതാണ്. അത് വിലയുള്ളതാണ്, ഒരുപോലെ വിലയുള്ളതാണ്. അങ്ങനെയാണെന്ന് വരികിൽ ദൈവം സൃഷ്ടിച്ചപ്പോൾ നമ്മളെക്കുറിച്ച് ഉദ്ദേശിച്ച രീതിയിലുള്ള ആരോഗ്യമുള്ളൊരു വ്യക്തിത്വത്തിൻ്റെ ഉടമയായിട്ട് മാറുവാൻ നമ്മുടെ പഠനങ്ങള്, നമ്മുടെ പഠിപ്പിക്കകള്, നമ്മൾ കാണുന്ന കാഴ്ചകള്, നമ്മുടെ ഭവന അന്തരീക്ഷം, പ്രായമുള്ളവർ നമുക്ക് തരുന്ന ഉപദേശങ്ങള്, മത മേലധ്യക്ഷന്മാർ നമുക്ക് തരുന്ന ഉപദേശങ്ങള്, ഇതൊക്കെയും ഈ ആരോഗ്യമുള്ള വ്യക്തിത്വത്തിലേക്ക് നമ്മെ നയിപ്പാനും ദൈവത്തിലുള്ള വിശ്വാസത്തിൽ ഉറച്ച് നിലനിൽപ്പാനും ഇടയാകുന്നതായിരിക്കണം. അങ്ങനെയുള്ളിടത്ത് അന്ധവിശ്വാസത്തിന് വലിയ സ്ഥാനമില്ല. ആരോഗ്യമുള്ള വ്യക്തിത്വമാണെങ്കിൽ അധ്വാനിക്കുവാനായിട്ടാണ് നിന്നെ സൃഷ്ടിച്ചിരിക്കുന്നത്. ഈസി വേയിൽ കാര്യങ്ങൾ സാധിപ്പാനുള്ള ഒരു വ്യക്തിത്വമല്ല ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. പ്രയാസങ്ങളെയും ബുദ്ധിമുട്ടുകളെയും നേരിടുവാൻ തക്കവണ്ണം കെൽപ്പുള്ള ഒരു വ്യക്തിത്വമാണ് നമുക്ക് തന്നിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് വേറെ ഒരാളെ കൊണ്ട് ചെയ്യിക്കുന്നത് അത് ദൈവം ആഗ്രഹിക്കുന്നതല്ല. നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യണം. ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുക്കണം. ഉറപ്പും ധൈര്യമുള്ളവരായി നമ്മൾ ഇരിക്കണം. അതാണ് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ അന്ധവിശ്വാസത്തിന് വലിയ സ്ഥാനമില്ല. എന്നാൽ നമ്മൾ പാലിച്ചു പോരുന്ന ചില ചടങ്ങുകൾ, അതിൻ്റെ പിറകിലെ അർത്ഥം ഇദ്ദേഹം പറഞ്ഞതുപോലെ മനസ്സിലാക്കുകയാണെങ്കിൽ ആ ചടങ്ങുകൾക്ക് രൂപാന്തരങ്ങൾ ഉണ്ടാക്കുവാനും അതിൻ്റെ ഉള്ള അർത്ഥത്തിൽ അത് ഗ്രഹിപ്പാനും നമ്മളെ കൊണ്ട് സാധിക്കും. അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടും ആശംസയോടും കൂടെ എൻ്റെ വാക്കിനെ ഞാൻ ചുരുക്കും. ഈ എപ്പിസോഡിൽ ചർച്ച ചെയ്ത വിഷയങ്ങളെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയുവാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. ഞങ്ങളെ എഴുതി അറിയിക്കേണ്ടുന്ന വിലാസം: ദ പ്രൊഡ്യൂസർ, ബി പോസിറ്റീവ്, ഷാലോം TV, പെരുവണ്ണാമൂഴി, കോഴിക്കോട്. ഇനിയും നമ്മൾ വീണ്ടും കണ്ടുമുട്ടും വരെയും എല്ലാവിധ മംഗളങ്ങളും എല്ലാവർക്കും നേരുന്നു. ബി പോസിറ്റീവ്.